ഹായ് ഹലോ എവരി വൺ, മൈ നെയിം സുവിൻ. വെൽക്കം ടു അവർ പ്രോഗ്രാം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ സിജി രവീന്ദ്രൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനർ കൂടിയാണ്. നമുക്ക് സിജി മാമിനെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യാം. മാം നമസ്കാരം. നമസ്കാരം സുവിൻ. മാം ഏതൊക്കെ ഏരിയസിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ബേസിക്കലി ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് വിമൻ, മെന്റൽ ഹെൽത്ത് ആൻഡ് ചിൽഡ്രൻ ആണ്. അതർവൈസ് ഓൾസോ അഡൾട്ട്സും എല്ലാ ടോപ്പിക്കും ഉണ്ട്. ഹവർ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണമാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് കുട്ടികളിലും വിമണിലും. ആൻഡ് അതർവൈസ് ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. അതിൽ കൂടുതൽ ലീഡർഷിപ്പ്, ലൈഫ് സ്കിൽസും ഇമോഷണൽ ഇൻ്റലിജൻസും ഒക്കെയാണ് എൻ്റെ പാർട്ട്. ആൻഡ് ഓൾസോ ഞാനൊരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും കൂടാണ്. ആൻഡ് NLP ട്രെയിനർ. ഞാൻ ഫോർച്ചുനേറ്റ് ആണ്. NLP ട്രെയിനിങ് റിച്ചർഡ് ബാൻഡലറിൻ്റെ അടുത്തു നിന്ന് തന്നെ, ദ ഫൗണ്ടർ ഓഫ് NLP ആളുടെ അടുത്തു നിന്ന് തന്നെ പഠിക്കാനും അവിടുന്ന് തന്നെ ട്രെയിൻ ചെയ്യാനും ഞാൻ ഫോർച്ചുനേറ്റ് ആയ ഒരാളാണ്. ഇതൊക്കെയാണ് എൻ്റെ കോർ ഏരിയാസ്. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ തന്നെ വെച്ച് തുടങ്ങാം. ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ ഈ ടീനേജേഴ്സ് ഒക്കെ ഇപ്പോൾ ഫോൺ അഡിക്ഷൻ ഭയങ്കര കൂടുതലായി വരികയാണ്. അതെ, അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫോൺ അഡിക്ഷൻ്റെ ഒരു ഇത് വരുന്നത്? അതൊരു ഘട്ടത്തിൽ മാത്രമാണോ, അതോ അവരുടെ ഒരു ബ്രെയിനിനെ എൻ്റയർലി അതൊരു റീവയറിങ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി. ഞാനിപ്പോൾ നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഫോണിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ ഒരു ടെക് വേൾഡിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് നോ സ്ക്രീനാണ് കംപ്ലീറ്റ്ലി. ഇത് റീസൺ വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികൾ കംപ്ലീറ്റ്ലി ഫോൺ അഡിക്ഷനിലോട്ട് മൂവ് ചെയ്യാണ്. അത് ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ റീസെൻ്റ്ലി ഞങ്ങളൊരു റിസർച്ചേഴ്സ് എല്ലാം കൂടെ, ഒരു ഹോൾ വേൾഡിൽ നിന്നുള്ള ഒരു റിസർച്ചേഴ്സ് എല്ലാം കൂടെ ഞങ്ങളൊരു സ്റ്റഡീസ് നടത്തിയപ്പോൾ ഹോൾ വേൾഡിലുള്ള കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരേ പ്രോബ്ലമാണ്. ഇപ്പോൾ പ്രോബ്ലം നമുക്കറിയാം, സുവിൻ അറിയായിരിക്കും, നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് എത്രത്തോളമായിരുന്നു നമ്മുടെ ഫോക്കസ്. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ 45 മിനിറ്റ്സ് അടങ്ങിയിരിക്കുമായിരുന്നു അല്ലേ? ഈവൻ സ്റ്റഡീസിന് ഇരുന്നാൽ പോലും നമുക്കൊരു അതായിരുന്നല്ലോ ഒരു ടൈം പീരീഡ്, ഒരു ക്ലാസ് അവേഴ്സ്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികൾ ഇരിക്കുന്നിടത്തു നിന്നൊന്ന് പൊസിഷൻ മാറും. അത് കഴിയുമ്പോൾ അവർക്ക് വെള്ളം വേണം, ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. അങ്ങനെ പല രീതിയിലും അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം അവരുടെ ഫോക്കസ് വളരെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ടൈം കാരണമാണ്. സ്ക്രീൻ ടൈം ഇപ്പം നമ്മൾ നോക്കിയാൽ മതി. പഴയ സമയത്ത് നമ്മുടെ ഒരു കാർട്ടൂണൊക്കെ എന്ന് വെച്ചാൽ 1 hour ആയിരുന്നു. അല്ലെങ്കിൽ എന്തും പണ്ടത്തെ സീരിയലൊക്കെ ഉണ്ടാവുമല്ലോ, 1 hour ആയിരുന്നു. ഇപ്പം കുട്ടികളുടെയൊക്കെ കാർട്ടൂൺ അല്ലെങ്കിൽ റീൽസ് എന്തായാലും അത് 3 മിനിറ്റിലേക്കോ 5 മിനിറ്റിലേക്കോ ഒക്കെ മാക്സിമം കുറഞ്ഞു. അത് തന്നെയാണ് ഈ കുട്ടികളിലുള്ള ഫോക്കസ് കുറഞ്ഞേക്കുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ കണ്ടത് ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് കുട്ടികളിൽ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ കൂടുതലും പല കാര്യങ്ങളും ത്രെട്ടൻ ചെയ്തും അല്ലെങ്കിൽ അവർക്ക് ആങ്കർ ഇഷ്യൂസും ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഇമോഷണലി ആണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. പേരൻസിനെ ആണെങ്കിലും ഹോൾ വേൾഡിനെ ആണെങ്കിലും അത് കൂടുതൽ അവർക്ക് സ്ട്രെസ്സ് വരിക, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക, ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുക, അങ്ങനെ പല രീതിയിലും ഫോൺ അഡിക്ഷൻ കാരണം കുട്ടികളിൽ ഫേസ് ചെയ്യുന്നുണ്ട്. മേജറായിട്ട് കാണുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും പേരൻസ് എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോഴും കാണുന്നത് കുട്ടികൾ ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് വരിക. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവഞ്ച്വലി മനസ്സിലാവുന്നത് അത് വിർച്വൽ ഓട്ടിസമാണ്, ശരിക്കുള്ള ഓട്ടിസം അല്ല. അതായത് ഫോൺ അഡിക്ഷൻ കാരണം കുട്ടികൾ ഐ കോണ്ടാക്ട് ഇല്ല, ചുറ്റിനുള്ളത് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, ഈവൻ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒരാളോട് സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി പോലും ഇല്ലാതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത്, പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ എത്രത്തോളം ലോങ്ങർ ഇതിനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക അത്രത്തോളം നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ സ്ക്രീൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു സ്ക്രീൻ ടൈം കുട്ടികൾ കൂടുതൽ ടൈം സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ അതുപോലെ തന്നെ ഫോക്കസ്, ഇമോഷനൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ ഫോൺ അഡിക്ഷൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, കാരണം ഫോൺ അഡിക്ഷൻ കാരണം കംപ്ലീറ്റ്ലി കുട്ടികൾ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക. നമ്മൾ കുഞ്ഞു കുട്ടികൾ ബൈ ഡീഫോൾട്ട് അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളോട് പറയാണ് അത് തീയാണ്, അതോടെ പോയി തൊടല്ലെന്ന് പറയുമ്പോഴും അൺലെസ് ആൻഡ് അണ്ടിൽ മോസ്റ്റ് പ്രോബബ്ലി അവർ പോയി തൊടും. നമ്മുടെ ഒരു കണ്ണ് വെട്ടിച്ചാൽ അവർ ആദ്യം പോകുന്നത് അതിൻ്റെ മുകളിലോട്ടായിരിക്കും. അതിനെ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പിന്നെ ആ തീയിലോട്ട് പോവില്ല. സോ ഈ ക്യൂരിയോസിറ്റി
കുട്ടികൾക്ക് ബൈ ഡീഫോൾട്ട് എവറി ഇൻഡിവിജ്വലിലുള്ളതാണ്. അപ്പോൾ ഇവർ വളരും തോറും അത് ഓരോന്നും ഡിസ്കവർ ചെയ്യും. അത് പല പല ലേണിംഗ് മെത്തേഡ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒന്ന് പേരൻസിൽ നിന്നായിരിക്കും, ടീച്ചേഴ്സിൻ്റെ നിന്നായിരിക്കും, ചുറ്റിനുള്ളതിൽ നിന്നായിരിക്കും, ചോദ്യങ്ങളിൽ കൂടെ ആയിരിക്കാം, എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും ഈ ക്യൂരിയോസിറ്റി അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ സം ടൈം എന്ത് സംഭവിക്കും എന്നറിയോ, ഈ ഫോൺ അഡിക്ഷനിൽ സംഭവിക്കുന്നത് ഈ ക്യൂരിയോസിറ്റി അവരിൽ നിന്ന് കംപ്ലീറ്റ്ലി പോകും. ബിക്കോസ് അവരുടെ ക്രിയേറ്റീവ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വർക്ക് ചെയ്യേയില്ല. ഓക്കെ. കാരണം അവർക്കെല്ലാം സ്ക്രീനിൽ കാണുമായിരുന്നു. അപ്പം നമുക്കൊരു ഹാപ്പി ഹോർമോൺ അറിയായിരിക്കും, ഡോപ്പമിൻ എന്ന് പറയും. ഈ ഹാപ്പി ഹോർമോണ് ഓട്ടോമാറ്റിക്കലി ഈ കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മൾ പണ്ട് കുട്ടികൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം സുവിന് കുട്ടിയുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ നമ്മളൊരു ഈവൻസിനോ ഒക്കെ പോകുമ്പോൾ ഈ കല്യാണങ്ങൾക്കൊക്കെ കുട്ടികളെയും കൊണ്ട് പോകത്തില്ല. ഈ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്തും. ഒന്നെങ്കിൽ അവരൊരു പിയർ ഗ്രൂപ്പിനെ, ഒരു ഫ്രണ്ട്സിനെ കണ്ടെത്തും. അതുപോലെ എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ പോലും അവരെന്തെങ്കിലും അതിനകത്ത് ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. അവർ നമ്മളോട് പറയും എനിക്ക് ബോറടിക്കുന്നു, വീട്ടിൽ പോവാം. എന്നിട്ട് അവർ ഇരിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, ബുദ്ധിമുട്ട് ചെയ്യും, നമ്മളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴൊക്കെ ദ ഹോൾ പ്രോബബ്ലി ആ ഹോൾ ഈവൻറ്റിനെ സ്പോയിൽ ചെയ്യാൻ പോലും പേരൻസിനും ഹാപ്പിനെസ് കൊടുക്കാതെ മാക്സിമം നമ്മളെ ട്രാവൽ ചെയ്യും. അപ്പോൾ പേരൻസ് എന്ത് ചെയ്യും, ഫോണിൽ കുറച്ചു നേരം കളിച്ചോ എന്ന് പറയും. അതാണ് അവർക്ക് വേണ്ടതും. അത് അപ്പം ഈ ക്യൂരിയോസിറ്റി, അതായത് സം ടൈം അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഹാപ്പിനെസ് ആണ് ഈ കുട്ടികളിൽ നഷ്ടപ്പെടുന്നത്. അത് പേരൻസ് ഇനിയും മനസ്സിലാക്കാനുണ്ട്. കാരണം ഇപ്പോഴ് നമ്മൾ ആ ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടത് ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ആ മൊമെൻറ്റ് കിട്ടുന്ന ഒരു ഹാപ്പി. ബിക്കോസ് അവർ ഗെയിം കളിക്കുമ്പോഴും അവർ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഒക്കെ ഈ ഡോപ്പമിൻ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ ഫോണിനകത്തുണ്ട്. ഓക്കെ. അപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളായാലും ടീനേജേഴ്സായാലും ഇങ്ങനെ ഒരു അഡിക്ഷൻ വരുന്നുണ്ട് പറയുമ്പോൾ ഒരു പാരന്റിന് കിട്ടുന്ന ആദ്യ സിഗ്നൽ എന്തായിരിക്കും? ഓക്കെ, പല രീതിയിലും നമുക്കതിനെ നോട്ടീസ് ചെയ്യാം. കാരണം ഇവരെപ്പോഴും ബോറിങ് ആയിരിക്കും എന്നായിരിക്കും പറയുന്നത്. കാരണം ടീനേജേഴ്സ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അത് ചെറിയ കുട്ടികളെ തന്നെയല്ല ഞാൻ പറയുന്നത്, ടീനേജേഴ്സ് ആണെങ്കിലും ഈവൻ അഡൾട്ട്സ് ആണെങ്കിലും നമ്മളിൽ തന്നെ നോക്കിയാൽ മതി. എപ്പോഴും നമ്മൾ ഓർക്കുന്നത് എന്താണ്, ഒരു 5 മിനിറ്റ് ടൈം ഉണ്ട്, എന്നാൽ കുറച്ചു നേരം ഫോണിൽ നോക്കാം, റീല് കാണാം എന്നൊക്കെയുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ടൈം നമ്മൾ എൻഡ് ചെയ്യാറുണ്ട്. ആ 5 മിനിറ്റ് 15 മിനിറ്റ് ആവും, 1 മണിക്കൂർ ഉണ്ടാവും. പക്ഷേ അഡൽട്സിന് ഒരു ഗുണമുണ്ടുള്ളത്, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് 8 മണിക്ക് ഓഫീസിൽ ചെല്ലണമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും, ക്വിക്കായിട്ട് റെഡി ആകുക, പോവുക, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട് നമ്മൾ സംഹൗ അവെയർ ആണ് ദാറ്റ് നമുക്ക് പോകണമെന്നുള്ളത്. അതല്ല, നമുക്കൊരു ഇനഫ് ടൈം കിട്ടിക്കേ പ്രോബ്ലി നമ്മൾ ഹോൾ ഡേ അവിടെ ഇരിക്കും, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഇത് മേജർ തിങ്. നമ്മളിലോട്ടാണ് റിഫ്ലക്ട് ചെയ്യേണ്ടത്, നമ്മൾ എത്രത്തോളം അഡിക്റ്റഡ് ആണെന്ന്. സോ പേരൻസിന് കിട്ടുന്ന സിഗ്നൽ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ്. കുട്ടികൾ ഓൾവേസ് പറയും അവർ ബോർഡാണ്. അവർ ഓൾവേസ് പറയും അവർ, അല്ലെങ്കിൽ ബോറാണെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് പിന്നെ ഇത് കൂടുതൽ ഫോണല്ലാതെ വേറെ എന്ത് ചെയ്യാനാ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ട്. പിന്നെ പഠിത്തത്തിലൊക്കെ ഇരുന്നാൽ പോലും ഫോക്കസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അവർക്ക് അവരെ മാനേജ് ചെയ്യാനും അവർക്ക് അവരെ തന്നെ മാനേജ് ചെയ്യാനും. പിന്നെ പല കാര്യങ്ങൾക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് പുറത്തു വരാനും ഫാമിലിയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും, കളിക്കാൻ പോവുക, കുട്ടികളായിട്ട് സോഷ്യലൈസ് ചെയ്യുക, ഇതിനൊന്നും താല്പര്യം ഉണ്ടാവത്തില്ല. ഇതൊക്കെ തന്നെയായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളായാലും ഇപ്പം ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരറിയാതെ ഒരു ഹെൽത്തി ബൗണ്ടറീസ് എങ്ങനെ ഒരു പാരന്റിന് സെറ്റ് ചെയ്യാൻ പറ്റും? ഹെൽത്തി ബൗണ്ടറീസ് അല്ലേ ഉദ്ദേശിച്ചത്? ഹെൽത്തി ബൗണ്ടറീസ് ആദ്യം എനിക്ക് പറയാനുള്ള, ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് അത്. നമ്മൾ എത്ര നേരം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, മോഡലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അല്ലേ? കുട്ടികൾ ഒരിക്കലും അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഇതൊന്നും ക്രിയേറ്റ് ചെയ്യുന്നല്ല. ഇതെല്ലാം അവരെന്താണോ കാണുന്നത്, അവർ കേൾക്കുന്നതല്ല അവർ ചെയ്യുന്നത്, അവർ കാണുന്നതാ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ കുട്ടികളിൽ ഇപ്പോൾ ഈ ഒരു ഫോണായാലും ഈ അതുപോലെ തന്നെ ഈ ഡിജിറ്റലായുള്ളതിനൊക്കെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ എന്തെങ്കിലും സൈക്കോളജിക്കൽ ട്രിക്സ് വല്ലതും ഉണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ ആദ്യം വേണ്ടത് ഈ മോഡലിംഗ് ആണ്. അതായത് പേരൻസ് കുട്ടികളുടെ മുമ്പിൽ കൺട്രോൾ ചെയ്യാന്നുള്ള. അപ്പം ഞാനാണെങ്കിലും ഈസി ആയിട്ട് ഇപ്പോൾ ചില പേരൻസ് ഒക്കെ എന്നെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഇത് ഒരു കാരണവശാലും പറ്റില്ല, കാരണം അമ്മയുടെ എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ എടുക്കും, അച്ഛൻ്റെ എടുത്തില്ലെങ്കിൽ അമ്മയുടെ എടുക്കും. അപ്പം ഞാൻ അവരോട് പറയുന്നത്, സി ഇഫ് യു വോണ്ട് യുവർ ചൈൽഡ് ടു ബി ഹെൽത്തി ആൻഡ് ഇപ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് പ്രോബ്ലി നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫ്യൂച്ചറിലേക്ക്. അതിനുവേണ്ടി കംപ്ലീറ്റ് നോ ടു ദ സ്ക്രീൻ. അപ്പം ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യും കുറച്ച് ക്രിയേറ്റീവ് സ്റ്റോറീസ് കൊണ്ടുവരാൻ വേണ്ടി. പ്രോബ്ലി ഈ ഫോൺ ആരോ എവിടെയോ നഷ്ടപ്പെട്ടതായിട്ടൊരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഫോൺ 0 നോ,
എന്നിട്ട് അത് എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുക. കുട്ടികളെ ഒരു തരത്തിലും ആ സ്ക്രീനിലേക്ക്, അതായത് കാരണം ഇവർക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. ഫോണ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യും, പേരൻസിനെ ടോർച്ചർ ചെയ്യും. അവർ ചെയ്യുന്നത് എന്താണ്, ചിലപ്പോൾ ഭയങ്കര ലൗഡറായിട്ട് കരയുക, ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുക, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം വിഡ്രോവൽ, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ വിഡ്രോവൽ സിംറ്റംസ് ആണ് കുട്ടികൾ കാണിക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്കിപ്പം ഈ സ്മോക്കിംഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളൊക്കെ ആ സറൗണ്ടിങ്സിൽ അവർ നിർത്തിയാൽ പോലും, ആ സറൗണ്ടിങ്സിൽ ഒരാൾ സ്മോക്ക് ചെയ്താൽ പോലും ഇവരെ അത് അഫക്റ്റ് ചെയ്യും. അതേപോലെയാണ് ഈ കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ആ വിഡ്രോവൽ സിംറ്റംസിനകത്ത് ആ സമയത്ത് കുട്ടികളെ ഒരു തരത്തിലും ട്രിഗർ ചെയ്യല്ല, അല്ലാതെ വഴക്ക് പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴാണ് അവർ കള്ളത്തരത്തിൽ കൂടെ വേറൊരാൾ സ്ക്രീൻ കാണിക്കുമ്പോൾ അവരുടെ പുറകെ പോവുക, അല്ലെങ്കിൽ അതിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുക ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. സെക്കൻഡ് തിങ്, നമുക്ക് ഒരു കൈൻഡ് ഓഫ് വിൻ വിൻ ആയിരിക്കണം, അല്ലേ? ഇപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഈ വീട്ടിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ആ ഹാബിറ്റ് ആരാ കൊണ്ടുവന്ന്? പേരൻസ്. അത് മറന്നുപോയിട്ട് പല റൂൾസും കൊണ്ടുവരുന്നതിന് പകരമായിട്ട് റിലാക്സ് ചെയ്തിട്ട് അവർക്ക് ആദ്യം അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ കുട്ടികൾ 2 hours 3 hours വരുന്നതിൽ ചിലപ്പോൾ ഒരു 20 minutes കുറയ്ക്കാം നമ്മൾ തുടങ്ങുമ്പോൾ. ആ 20 minutes ഒരു വിൻ വിൻ കൊണ്ടുവരണം. അതായത് നിങ്ങൾ 30 minutes വായിച്ചാൽ അല്ലെങ്കിൽ പഠിക്കുകയോ എന്തെങ്കിലും നിങ്ങളുടെ അസൈൻമെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡായിട്ട് 20 minutes തരും, അല്ലെങ്കിൽ 15 minutes തരും. അതിനെ റെഡ്യൂസ് ചെയ്ത് കുട്ടികൾ നമ്മുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരാം. അതായത് നമുക്ക് ഈവനിങ് ടൈമിൽ വീട്ടിൽ ആരും ഫോൺ ഉപയോഗിക്കുന്നില്ല. ഇപ്പം എല്ലാവർക്കും ഒരു പ്രോപ്പർ ഒരു സ്ഥലങ്ങളിൽ എല്ലാവരുടെയും ഫോൺ കൊണ്ടുവയ്ക്കുക. അവിടെ അച്ഛനും ഉപയോഗിക്കുന്നില്ല, അമ്മയും ഉപയോഗിക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നില്ല. ആൻഡ് തേർഡ് തിങ്, ആ വീട്ടില് നമുക്ക് എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. കുട്ടികൾക്ക് എപ്പോഴാ ബോർഡം വരിക? അതായത് അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഒരു 4 ball ഉള്ള ഒരു വീട്ടിൽ, ഇപ്പം നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളെല്ലാം എക്സ്പാറ്റ്സ് ആണ്. നാട്ടിൻ പുറങ്ങളിലൊക്കെ എന്തെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ പോവാം, ഗ്രൗണ്ടിൽ പോവാം, വെള്ളത്തിൽ കളിക്കാം, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. UAE കുട്ടികളെ സംബന്ധിച്ച് അതൊന്നും ഓപ്ഷൻ ഇല്ല. അപ്പൊ ഈ 4 wallനുള്ളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് ഇന്ന് തൊട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സെൻസും ഇല്ല. ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കൊടുക്കണം. അവിടെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സെയിം ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരം ഗെയിംസ് ആയിരിക്കാം, ആക്ടിവിറ്റീസ് ആയിരിക്കാം, ഫാമിലി ഡിസ്കഷൻ ആയിരിക്കാം, ടോക്സ് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അത് എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മളും കൂടി ഇൻവോൾവ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഈ വിഡ്രോവൽ സിംറ്റംസ് ഇത് മാറാൻ പറ്റൂ. ഇപ്പൊ ഗെയിമിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നതോട് കൂടിയിട്ട് അത് നല്ലതാണോ അതോ? ഓക്കെ, ഗെയിമിൽ ഇപ്പൊ ചില ഗെയിംസ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ട്. അത് കൂടുതൽ എങ്ങനെ ഡിസൈൻ ചെയ്തതാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ കുട്ടികളെ ഒരു കാരണവശാൽ ഇതിൽ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകല്ല, പക്ഷെ കുറേ ഗെയിമുകൾ നമ്മൾ കളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇതൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആവുന്ന ഗെയിംസ് ഉണ്ട്. പക്ഷെ അതെങ്ങനത്തെ ഗെയിംസ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഗെയിം ഞാൻ എൻ്റെ ഒരു വൺ ഓഫ് ദ ക്ലയൻറ്റിൽ കണ്ടത്, ആ കുട്ടിക്ക് ഒരു ലോയർ ആകണമെന്നാണ്. അപ്പം അതിനെ കണക്ട് ചെയ്ത ഒരു ഗെയിം, അതായത് ഒരു മിസ്റ്ററി പേഴ്സണെ കണ്ടുപിടിച്ചിട്ട് അവരെ മർഡർ ചെയ്തവരെ കണ്ടുപിടിക്കുക, ക്ലൂസ് വെച്ച് കണ്ടുപിടിക്കുക. സോ അത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹവർ അഗെയിൻ എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കുക. ഇത് മാത്രം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴാണ് കുട്ടികൾ അഡിക്ഷനിലോട്ട് പോകുന്നത്. പിന്നെ ആ ഗെയിം ചെയ്യുമ്പോഴും ആ പൊസിഷൻ ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ കുട്ടികളെ ഒരു സോഫയിലോ ഒരു ടേബിളിലോ ഒരു ചെയറിലോ ഇരിക്കുന്നതൊക്കെ ഒന്ന് ഒടിഞ്ഞു കുത്തി വളഞ്ഞു കുത്തി ഒക്കെ ആയിരിക്കും ഇരിക്കുക. അവർക്കൊരു പ്രോപ്പർ പോസ്റ്റർ ഉണ്ടാകത്തില്ല, അവരുടെ സ്പൈൻ എപ്പോഴും സ്ട്രേറ്റേ ആയിരിക്കത്തില്ല, ഇരുന്നിരുന്നിരുന്ന് അവെയർ ആയിരിക്കത്തില്ല അവരെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും. അതൊക്കെ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ ഇവരുടെ സ്പൈനിനെയും ഈവൻ ഷോൾഡർ പെയിൻ ഇതൊക്കെ കോമൺ ആയേക്കുവാണ്. നെക്ക് പെയിൻ കുട്ടികളിൽ, അതിൽ കൂടെ സർജറി വരെ ചെയ്യുന്ന കുട്ടികളെ ഞാനിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, അതിനൊരു പ്രൊഫൈലിങ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യണം, അതിനൊരു റൂൾ ഉണ്ടാവണം. എന്നിട്ട് അവരുടെ സ്കില്ലുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും അതിനൊരു ഗോൾ ഉണ്ടാവണം. എന്ത് ചെയ്യുന്നാലും ഇത് വാട്ട് ഈസ് ദാറ്റ്, നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതും വൈ ഐ ഡു വാട്ട് ഐ ഡു, സിമ്പിൾ ടെക്നിക്. എന്തിനാ ഞാൻ ചെയ്യുന്നത്, എന്താണ് ഞാൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അറിയണം. എന്നാൽ മാത്രമേ ആ ഹൗ അവർക്ക് കിട്ടത്തുള്ളൂ, അതെങ്ങനെയാ ചെയ്യണേ എന്നുള്ളത്. ഓക്കെ, അല്ലാതെ എന്തൊക്കെയോ എൻ്റെ ഫ്രണ്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അത് നല്ലതാണ് എന്നതിന് പകരം നമുക്കുണ്ടാവണം ആ കുട്ടികളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ഇപ്പൊ പല കുട്ടികളും നമ്മൾ കാണാറുണ്ട്, അവർ ഓൺലൈനിലൊക്കെ ഹൈപ്പർ കണക്റ്റഡ് ആയിരിക്കും, പക്ഷെ അവർക്കൊരു സോഷ്യലൈസ്
സോഷ്യലൈസിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ റീസൺ എന്താ? സുവിൻ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യലൈസിങ് ഇതൊരു മേജർ പാറ്റേൺ ആണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഓരോ ക്ലയൻസും അവരുടെ പേരൻസിൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ് കുട്ടികളെ പുറത്തെങ്ങും വരുന്നില്ല. അപ്പോൾ അവർ എപ്പോഴും പേരൻസിനോട് പറയുന്ന കാര്യം നിങ്ങൾ പൊയ്ക്കോ. ഇപ്പോൾ നമ്മുടെ തന്നെ കുടുംബങ്ങളിലുള്ള കല്യാണങ്ങളോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയിൽ പോവുക, ഇങ്ങനത്തേക്കുള്ള പല പല കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല, അവിടെ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു തോട്ട് പാറ്റേണിൽ ഇവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ അവരുടേതായിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് സ്പേസിൽ ഇരിക്കാനാണ് ഇവർക്ക് താല്പര്യം. അതേപോലെ വീട്ടിൽ ഒരാൾ വരുന്നതും ഇവർക്ക് ഇഷ്ടമില്ല. ഇവർക്കൊരു സോഷ്യൽ ആൻസൈറ്റിയാണ് ഇതിൽ കൂടെ ഫോം ചെയ്യുന്നത്. ഇതെന്താന്ന് വെച്ചാൽ കൂടുതലും ഇവർ കാണുന്ന എവിടെയാണെന്നറിയോ? സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, അവിടെ ഒരു എഡിറ്റഡ് വേർഷൻ ആണ്. അവിടെ അവർക്ക് എന്ത് സംസാരിക്കണമെങ്കിലും അത് എഡിറ്റഡ് ആണ്. അവർക്ക് എഡിറ്റ് ചെയ്ത് അവരുടേതായുള്ള രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം, സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. നാച്ചുറൽ ആവണ്ട. സ്ക്രീനിന്റെ പുറകിൽ എവിടെയോ ആണ് ആ ഒരു കോൺഫിഡൻസ് അവരുണ്ട്. റിയൽ ലൈഫിൽ അതല്ല, അവിടെ എഡിറ്റഡ് അല്ല. അവർ നാച്ചുറലി സംസാരിക്കണം. ആ സ്കിൽ ഈ കുട്ടികൾക്കില്ല. ആൻഡ് മോറോവർ ഈ കുട്ടികൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളൊരു റീസെൻ്റ്ലി ഞങ്ങളുടെ കുറേ പ്രൊഫസേഴ്സ് എല്ലാം കൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളൊരു റിസർച്ച് നടത്തിയായിരുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം എന്താ, ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഫാക്റ്റാണത് കേട്ടോ. നേരത്തെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അല്ലെ, കേരളത്തിലെ കുട്ടികളെ ഡിഫറെൻ്റ് ആയിരിക്കും ഡൽഹിയിലെ കുട്ടികളെ അല്ലെ, തമിഴ്നാട്ടിലെ കുട്ടികൾ, നമ്മുടെ ബോർഡർ ലൈന് തമിഴ്നാട്ടിലെ കുട്ടികളോ എല്ലാവരും നമ്മുടെ ആഹാര രീതി ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഡ്രസ്സിങ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, ടോക്സ്, ഡിസ്കഷൻ, കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് വാസ് ഡിഫറെൻറ്റ്. പക്ഷേ ഇന്ന് അത് മാറി. നോട്ട് ഈവൻ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ഹോൾ വേൾഡിലെ കുട്ടികൾക്ക് ഒരേ ലാംഗ്വേജും ഒരേ സ്റ്റൈലും ഒരേ ഫാഷനും ഒരേ ഫുഡും ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു മോൾസിലൊക്കെ പോയെങ്കിൽ എല്ലാ ടീനേജേഴ്സിനും ഒരേ ഔട്ട്ഫിറ്റ് ആയിരിക്കും, അവരുടെ ഫുഡും സെയിം ആയിരിക്കും, അവരുടെ സോങ്സ് അവർ ലിസൺ ചെയ്യുന്നതും സെയിം ആയിരിക്കും, ആക്സെന്റും സെയിം ആയിരിക്കും, ഈവൻ ലൈഫ് സ്റ്റൈലും എല്ലാ ക്വാളിറ്റീസും സെയിം ആയിരിക്കും. പക്ഷേ ഇത് ഭയങ്കര അലാമിങ് ആണ്. കാരണം ഇവർ കാണുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് ആയിരിക്കട്ടെ, ഫുഡ് ആയിരിക്കട്ടെ, എല്ലാം അവരൊരു സ്റ്റാൻഡേർഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ കാര്യങ്ങളായിരിക്കും അവർ കഴിക്കുന്നതും അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. അവർ റിയൽ ലൈഫ് അവർ കാണുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോഴൊക്കെ അവരുടെ സ്റ്റാൻഡേർഡുമായിട്ട് അവർക്ക് ആരും മാച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നും. അവർക്ക് തോന്നും ഈ കോമഡിയൊക്കെ അടിക്കുന്നത് ഇപ്പം തമാശയായിട്ട് ഫാമിലിയിലൊക്കെ ഡിസ്കഷനൊക്കെ ബോറിംഗ് ആയിട്ടുള്ള ഡിസ്കഷനായിട്ട് തോന്നും. അവർക്ക് മ്യൂസിഷ്യൻസൊക്കെ മ്യൂസിക്കൊക്കെ അവർ പാടുപെട്ട് പഠിക്കും. കാരണം ആ അവരുടെ സർക്കിളിൽ അവർക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു സ്ട്രഗിളായിട്ട് ഭയങ്കരമായിട്ട് ചാലഞ്ചസിലൂടെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കുട്ടികൾ പോകുന്നത്. അപ്പം ഇവിടെ സോഷ്യലൈസിങ് അതുകൊണ്ട് തന്നെ കുറവാണ്. കാരണം അവർക്ക് ആ എഡിറ്റഡ് ലൈഫ് മാത്രമേ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. അവർക്ക് റിയൽ ലൈഫ് അവരെ സംബന്ധിച്ച് ഭയങ്കര ചാലഞ്ചാണ്. അപ്പം അവർ തന്നെ ഐസൊലേറ്റഡ് ആയിട്ട് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ചുറ്റിനുള്ളവർക്കൊന്നും അവരുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, ആർക്കും ഒന്നും അറിയില്ല, ആരും അവരുടെ ഒരു സ്റ്റാൻഡേർഡിനൊത്ത് വരുന്നില്ല. കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേൾഡ്, ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് സ്ക്രീനാണ്. ആ സ്ക്രീനിൽ കാണുന്ന വേൾഡിൽ കാണുന്നത് മാത്രമാണ് ഫാഷൻ, സംസാരിക്കുന്ന മാത്രമാണ് ആക്സെന്റ് അല്ലെങ്കിൽ ലാംഗ്വേജ്, അവിടെ തരുന്ന ഫുഡ് മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ്, അവിടുത്തെ മ്യൂസീഷ്യൻസ് ആണ്, വൈറലായ മ്യൂസീഷ്യൻസ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് അമേസിങ് പീപ്പിൾ. അപ്പോൾ ഇതാണ് മേജർ ചാലഞ്ച് ഈ സോഷ്യലൈസിങ്ങിൽ അവരെ സ്റ്റോപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ടീനേജേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ അവരുടെ സെൽഫ് എസ്റ്റീമിനെയും അതുപോലെ തന്നെ അവരുടെ ഇമേജിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നത്? അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ചുറ്റിനുള്ളവരെയുമായിട്ടെല്ലാം ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി അവർ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. ചുറ്റിനുള്ളത് എന്താണോ, അതായത് ഇപ്പം മെജോറിറ്റി ഓഫ് ദ ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോവുക. അതാണ് ഐഡന്റിറ്റി. അവർ ഓർക്കുന്നത് അവിടെയാണ് ഓസം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കൂൾ ലുക്കും ആ കൂൾ കമ്മ്യൂണിക്കേഷനും അതുപോലെ എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ലാംഗ്വേജസ് ഒക്കെയാണ്. അത് ഈവൻ ചില സമയത്ത് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിരുന്നു കൊറിയൻ മ്യൂസീഷ്യൻസും കൊറിയൻ ഫുഡും ഒക്കെ. പിന്നെ ഈവൻ ലുക്കിൽ പോലും ഗ്ലാസ് സ്കിൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇവൻച്വലി
ഈ കുട്ടികളുടെ തന്നെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുവാണ്. ഞാൻ ഇങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ഐ ഡോണ്ട് ഫിറ്റ് ഇൻ വിത്ത് ദിസ്. അവർക്ക് നാച്ചുറലി ടീനേജേഴ്സിന് ഉണ്ടാവുന്നതാണ് ഈ പിമ്പിളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ചില ചേഞ്ചസും ഒക്കെ. അപ്പൊ അവർ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അവരോർക്കുന്നത് അവരവരുടെ തന്നെ ഐഡന്റിറ്റിനെ ചോദ്യം ചെയ്യും. ഞാൻ എന്താ ഇങ്ങനെ ആയത്, എനിക്കെന്താ കളറില്ലാത്ത, എനിക്കെന്താ സ്കിൻ പ്രോബ്ലംസ്. പക്ഷെ ഇതൊക്കെ ഫിൽറ്റർ ഉപയോഗിച്ച് ഏത് ഹ്യൂമൻ ബീയിങ്ങും ചെയ്യാനുള്ളതാണെന്ന് അവർക്ക്. അപ്പോൾ അവരും അതിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രൊഫൈൽ അങ്ങനെയായിരിക്കും പോർട്രേറ്റ് ചെയ്യുക. പക്ഷെ റിയൽ ലൈഫ് വരുമ്പോഴത്തേനും അവർ ഡീപ്പ് ഇൻസൈഡ് ദേ നോ ദാറ്റ് ദേ ആർ നോട്ട് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അവരെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യുകയും അവർക്ക് കോൺഫിഡൻറ്റ് നഷ്ടപ്പെടുകയും അതെല്ലാം ആ സ്ക്രീനിൻ്റെ ബാക്കിൽ മാത്രം കാണിക്കാനുള്ളതോ പറയാനുള്ളതോ ആയിട്ട് അവർ മാറുകയും അവരൊരിക്കലും പുറത്തോട്ട് വരാൻ ബിക്കോസ് അവർക്കൊരു സോഷ്യൽ ഇൻസെക്യൂരിറ്റിയും വരും, സോഷ്യൽ ഫിയറും വരും, ആൻസൈറ്റിയും വരും. ആൻഡ് അവരുടെ ഹോൾ വേൾഡ് ദേ ലിമിറ്റഡ് ടു ദ സ്ക്രീൻ. അതാണ് ഏറ്റവും സംഭവിക്കുക. ആൻഡ് ദെൻ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പുറത്ത് കോൺഫിഡൻ്റ് ഇല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ല, ലീഡർഷിപ്പ് സ്കിൽസും അവർക്ക് നഷ്ടപ്പെടുക. അതേപോലെ ഈ പ്രോബ്ലം തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെ അവർക്ക് ലൂസ് ആവുകയും ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഇത് പറഞ്ഞല്ലോ ഇപ്പോൾ ആങ്സൈറ്റിയുടെ കാര്യം. ഇപ്പൊ അഡൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഒരു സ്ട്രെസ്, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന വേർഡുകൾ നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ശരിക്കും സ്ട്രെസ്സും ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റുക, എനിക്കൊരു സ്ട്രെസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടെന്ന്? ഇത് എങ്ങനെ പറയാൻ പറ്റും ഒരാൾക്ക്, എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് നെഗറ്റീവ് തിങ്കിങ്, സ്ട്രെസ്, ആൻസൈറ്റി ഇതെല്ലാം ഇന്റർ കണക്റ്റഡാണ് അല്ലേ? ഇപ്പം സ്ട്രെസ് എപ്പോഴും വരുന്നത് എന്തോന്നറിയോ, ഫിയർ ഓഫ് അൺനോൺ ആണ്. സെർട്ടൻ തിങ്സ് എനിക്ക് അറിയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലേക്ക് ഞാൻ പ്രൊക്കാസിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഒരു കാര്യം ലാസ്റ്റ് മൊമെന്റിൽ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്. ആ സമയത്ത് തന്നെയാണ് നമുക്ക് വരുന്നത്, ഐ മീൻ അതിൽ കൂടെ നമുക്ക് തോന്നുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണ്. എന്ത് സംഭവിക്കും, നാളെ ഇത് സംഭവിക്കുമല്ലോ, ഇനി ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമുക്കൊരു നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇനി ടൈം ഉണ്ടല്ലോ എന്ന് മാറ്റി വെച്ച് ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്, ഞാൻ പ്രിപ്പയർഡ് അല്ല എന്നുള്ളൊരു കാര്യം വരുന്നത്. അതിൽ കൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് വരും. പിന്നാണ് അത് ആൻസൈറ്റി ആയിട്ട് മാറുന്നത്. ആൻസൈറ്റി എന്താണ്, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നാളെ എന്തോ സംഭവിക്കുമെന്ന് വറീഡായിട്ട് അവിടെ എവിടെയോ ഉള്ള ഒരു കാര്യത്തെ ഓർത്തിട്ട് ഞാൻ ഇപ്പോഴും വറീഡാണ്, ആ ഈവന്റ് വരുമ്പോഴും ഞാൻ വറീഡാണ്. ആൻഡ് അത് മൊത്തത്തിൽ നമ്മൾ കുളവാക്കും. ഓക്കെ. അപ്പോൾ ഒരാൾ ഒരുപാട് കാലം ഇപ്പോൾ സ്ട്രെസ്, അതേപോലെ ആങ്സൈറ്റി അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജസ് എന്താ പറയുക ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബോഡീനും ബ്രെയിനിനൊക്കെ അത് ഏതൊക്കെ തരത്തിൽ ബാധിക്കും? സെർട്ടൻലി ഇപ്പം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം സ്ട്രെസ് ആണെങ്കിലും നെഗറ്റീവ് തിങ്കിങ് ആണെങ്കിലും ആൻസൈറ്റി ആണെങ്കിലും ഇത് ടോട്ടലി ഒരു പേഴ്സണിനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കാണുന്നത് ഒരു ഫ്രെയിം ഉണ്ടല്ലോ. ഇപ്പം ഇമാജിൻ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു പബ്ലിക് സ്പീക്കിംഗ് മീറ്റിംഗ് ആണ്. അപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ഐ തോട്ട് ദാറ്റ് ഇത് ഭയങ്കര ഈസിയാണ്, എനിക്കത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് എന്തൊക്കെയോ റീസൺ കൊണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവ് തിങ്കിങ് വരും, ദെൻ സ്ട്രെസ് വരും. അതിൽ കൂടെ എന്ത് സംഭവിക്കും, എൻ്റെ ടോട്ടൽ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആവും. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ ബോഡിയിലെല്ലാം ഈവൻ ദ സ്റ്റൊമക്ക് ബട്ടർഫ്ലൈസ് ആയിരിക്കും, സ്ട്രെസ് കയറി വരും, പാനിക് അറ്റാക്ക് വരും, കംപ്ലീറ്റ് എൻ്റെ പേഴ്സണാലിറ്റി മാറും, ആങ്കർ ഇഷ്യൂസ് വരും. ആൻഡ് ഇവൻച്വലി എന്ത് സംഭവിക്കും, ആ എൻറ്റയർ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. രാദർ നോർമലി ഇതിനകത്തൊരു വേറൊരു കാര്യം കൂടെ നമ്മൾ നോട്ടീസ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ തന്നെ നോർമലി നമ്മൾ പറയും ഭയങ്കര നെഗറ്റിവിറ്റിയാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് എന്തൊക്കെയോ ഒരു സ്ട്രെസ് കൂടി വരുന്നു എന്നൊക്കെ നമ്മൾ നോർമലി പറയുമല്ലോ. അതിന് പകരമായിട്ട് ഈ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ പുറകിൽ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റ് നമ്മുടെ ബോഡി തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുക, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അതിനെ നമ്മളൊന്ന് കാം ഡൗൺ ചെയ്തിട്ട് ഒന്ന് ലിസൺ ചെയ്യാൻ നോക്കുക. വാട്ട് ഈസ് ദാറ്റ് ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു, എന്താണ് ഈ നെഗറ്റീവ് തിങ്കിങ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ദെൻ യു വിൽ റിയലൈസ് ദാറ്റ് നെഗറ്റീവ് തിങ്കിങ്, ഓക്കെ നാളെ എൻ്റെ മീറ്റിംഗ് ഞാൻ പ്രിപ്പയർഡ് അല്ല, എനിക്ക് ഫിയർ ഉണ്ട് ആ ഓഡിയൻസ് എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളത്, എനിക്ക് അതിനെക്കുറിച്ച് കുറേ കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതിന് ചോദ്യം കിട്ടി. യു കുഡ് ആർട്ടിക്കുലേറ്റ് ദാറ്റ് വാട്ട് ഈസ് യുവർ ആക്ച്വൽ പ്രോബ്ലം ബിഹൈൻഡ് യുവർ നെഗറ്റീവ് തിങ്കിങ്. നൗ ഇതിനെ സമാധാനത്തോടെ ഇതിന് സൊല്യൂഷൻ കാണാം. ഓക്കെ.
അല്ലേ? ഇതിന് നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. ഇത്രയും നേരം നമ്മൾ ഫ്രെയിം ചെയ്തത് എന്താണ്? ഇത് നെഗറ്റീവ് തിങ്കിങ്, എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ആൻസൈറ്റി ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ. അതിനെ നമ്മളൊന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ തന്നെ ശ്രമിച്ചാൽ തന്നെ അതിന് സൊല്യൂഷൻ കിട്ടി. ഇനിയും വേണ്ടത് സൊല്യൂഷൻ തിങ്കിങ്ങാ. അപ്പോൾ അല്ലേ? നമുക്ക് ഇതിനിപ്പോ ഇപ്പൊ ഡെയിലി ലൈഫിൽ നിന്നുണ്ടാവുന്ന ഈ ആങ്സൈറ്റീനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഇത് വൺ ഓഫ് ദ ടിപ്പാണ്. ഇതാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം എപ്പോഴും ആളുകൾ ഇപ്പം എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോഴും പറയുന്നത്, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാണ്, ജോലിയിലുള്ള സ്ട്രെസ്, വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, എനിക്ക് എൻ്റെ റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളിലും സ്ട്രെസ്സാണ്, അതാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ആളുകൾ വരിക. അപ്പോഴ് ആ സ്ട്രെസ്സിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയണം. അല്ലെ? ഈ സ്ട്രെസ് എന്താണ്? എന്തിന്റെ ബേസിലാണ് ഈ സ്ട്രെസ് വരുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ? അല്ലാതെ വെറുതെ ഒരാൾക്ക് ചുമ്മാതിരുന്ന സ്ട്രെസ് വരില്ല. അതിന് ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ, അതിന്റെ പുറകിൽ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ തിങ്കിങ്ങിലോട്ട് പോകാം. പ്രോബബ്ലി ആളുകൾ എപ്പോഴും എന്താണെന്നറിയോ, ഇപ്പൊ പറയാ, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത്? എൻ്റെ ലൈഫ് എപ്പോഴും മോശമാണല്ലോ, എൻ്റെ ലൈഫ് എപ്പോഴും വിഷമമാണ്, എനിക്ക് എപ്പോഴും ഇങ്ങനെ വരുള്ളൂ, എപ്പോഴും ഒരു വൈ തിങ്കിങ് ആയിരിക്കും. അതായത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ സുവീൻ ഇപ്പൊ പറയാണ്, എനിക്ക് ഭയങ്കര പ്രോബ്ലം ആണ്, എനിക്ക് എപ്പോഴും വിഷമാണ്, സങ്കടമാണ്. അപ്പൊ ഞാൻ പറയാണ്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പം സുവീൻ പറയാണ്, എനിക്ക് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ ടൈം കിട്ടുന്നില്ല. സോ എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? കാരണം എൻ്റെ ജോലിയുടെ ടൈം കാരണം, എനിക്ക് വർക്ക് ഷെഡ്യൂൾ കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല. ദാറ്റ് ഗിവ്സ് യു ആൻ ആൻസർ വിത്ത് വൈ. ബിക്കോസ് അത് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ തരുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക് ആ ജസ്റ്റിഫിക്കേഷൻ കിട്ടും. അവർ അതിൽ കംഫർട്ടായിട്ട് അങ്ങ് പോകും. എപ്പോഴൊക്കെ ചോദിച്ചാലും അവർ പറയും, എൻ്റെ വർക്ക് ഷെഡ്യൂൾ ഇങ്ങനെയല്ലേ, എവിടെ സമയം കിട്ടാനാ, എങ്ങനെ ചെയ്യാനാ എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. അതിന് പകരം നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊരു ടെസ്റ്റ് ചെയ്താൽ മതി. So if I ask you, why didn't you go to the gym? You will get an answer that I can't go because of my work schedule. അതിനെ ഒന്നും മാറ്റി, what is that I can do differently to get a better result? എന്ത് ചെയ്താലാണ് എനിക്ക് ജിമ്മിൽ പോകാനുള്ള ടൈം കിട്ടുന്നത്? എന്തൊക്കെ ഓപ്ഷൻസ് ആണ് എനിക്കുള്ളത്? How I can reach? How I can go to the gym regularly? ആ വൈയിൽ ചിന്തിക്കും. ഇപ്പം നമ്മൾ ഗൂഗിളിൽ ഇപ്പം അടിക്കുകയാണ്, ആപ്പിള് ഹെൽത്തിന് നല്ലതല്ല എന്ന് കൊടുത്താൽ നമുക്ക് ഒരു 100 റീസൺ കിട്ടും ആപ്പിള് ഹെൽത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ റീസൺസ്. അതേ സമയത്ത് ഞാൻ പറയാണ്, ആപ്പിൾ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഗൂഗിളിൽ ഒരു സെർച്ച് കൊടുത്തേ എനിക്കൊരു 100 റീസൺ കിട്ടും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആപ്പിൾ ഹെൽത്തിന് നല്ലത്. അതേപോലെയാണ് ബ്രെയിനോട് ഞാൻ പറയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഈ റീസൺ കൊണ്ട്. നമുക്കളെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ ഓരോ ദിവസവും നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും, ഒരു കാരണവശാലും നീ അത് ചെയ്യല്, കാരണം നിന്റെ ടൈം അതുമായിട്ട് ഫിറ്റ് ഇൻ ചെയ്യില്ല. അതിനു പകരം നാളെ തൊട്ട് ആ ബ്രെയിൻ ഒന്ന് റീവയർ ചെയ്തേ, ദാറ്റ് എനിക്ക് ജിമ്മിൽ പോയേ പറ്റൂ, ഇന്ന കാരണങ്ങൾ കൊണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് എനിക്കുള്ളത്, എങ്ങനെയാണ് എനിക്ക് ആ ജിമ്മിൽ പോകാൻ പറ്റുക, അല്ലെ എന്ത് കാര്യങ്ങൾക്കും ദ വോട്ട് ആൻഡ് ഹൗവിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് യു ഗെറ്റ് എ സൊല്യൂഷൻ, ട്രസ്റ്റ് മീ. ഓക്കെ, ഇത് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ പല ആൾക്കാരും ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നതാണല്ലോ, പല ആൾക്കാരും ഒരുപാട് നടക്കാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവർ എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതേപോലെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവും, അവരെ തന്നെ ബ്ലെയിം ചെയ്തൊക്കെ സംസാരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളുണ്ടോ? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഇതിൽ കൂടെയാണ് കൂടുതൽ ഈ സ്ട്രെസ്സും ആൻസൈറ്റി എല്ലാം കൂടുന്നത്. അപ്പം ഇവിടെയും വേണ്ടത് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ പോലും ഇപ്പൊ ചില ആളുകളിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്, അവരിപ്പോൾ ട്രാവൽ ചെയ്ത വഴികളോ അവര് എവിടെയാ ഇരിക്കുന്നതെന്ന് പോലും മറന്നുപോയിട്ട് മണിക്കൂറുകളോളം നെഗറ്റീവ് തിങ്കിങ്, പല കാര്യങ്ങളും ചിലപ്പം അവര് മരിക്കാത്ത ആളുകൾ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ആളുകളെ വരെ എനിക്കറിയാം. അത്രയും എക്സ്ട്രീം നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളുണ്ട്. അപ്പോഴ് നമ്മൾ ഇവഞ്ച്വലി നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം യുവർ മൈൻഡ്. സോ ഇഫ് യു ആർ അലവിങ് സമൺ എൽസ് ടു ഡ്രൈവ്, അല്ലേ, ഇമാജിൻ നമ്മളൊരു വണ്ടിയിൽ പോവാണ്, ഓൾ ഓഫ് ദി സഡൻ കുറച്ച് അറ്റാക്കേഴ്സ് ആ വണ്ടിയിലോട്ട് കയറിയിട്ട് നമ്മളെ പുറകിൽ അങ്ങ് കെട്ടിയിട്ടു. ഇവിടെ നമുക്ക് വോയിസ് ഇല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ അറ്റാക്കറാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്.
ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല എന്നെ കൊണ്ടുപോകേണ്ടത് എൻ്റെ വീട്ടിലേക്കാണെന്നുള്ളത്. ഉം. ആ അറ്റാക്കർ എവിടൊക്കെ കൊണ്ടുപോകുന്നോ അവിടെ കൂടെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യണം അല്ലെ. അതേപോലെയല്ലേ നെഗറ്റീവ് തിങ്കിങ്ങും ഉം. ഈ ആൻസൈറ്റി ഒക്കെ വരുമ്പോൾ ഉം. യു ആർ അലവിങ് സം അറ്റാക്കേഴ്സ് ടു ഡ്രൈവ് യു. ആ വേറൊരു അറ്റാക്കറിന് കൊടുത്തേക്കുവാണ്, അവരാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. ഉം. അവർ കൊണ്ടുപോകുന്നിടത്തൂടെ എല്ലാം നമ്മൾ പോകും. അവർ കരയാൻ പറയുമ്പോൾ നമ്മൾ കരയും, അവരൊരാളെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കാൻ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കും. ഉം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ എത്തുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, എൻ്റെ സ്റ്റേറ്റ് എന്താണ്, വാട്ട് ഈസ് മൈ സ്റ്റേറ്റ് നൗ, am I happy, ഉം. sad, upset, എന്താണ് എനിക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഫ് ഐ എം സാഡ്, what is the reason that I'm sad? Okay. If I'm upset, what is the reason that I'm upset? If I'm angry, what is the reason that I'm angry? അത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ കഴിയണം. നോർമലി ആളുകൾ പറയും ഞാൻ ഭയങ്കര ദേഷ്യമാണ്. ചിലർ പറയാറില്ലേ, പ്രോബബ്ലി സുവീനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ദാറ്റ് എനിക്ക് നീ എന്നെ ദേഷ്യപ്പെടുത്തി, ഉം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചേ, ഉം. അല്ലെ അവൻ എന്നെ ദേഷ്യപ്പെടുത്തി, അവൾ എന്നെ ദേഷ്യപ്പെടുത്തി, അവൻ എന്നെ ഹാപ്പിയാക്കി. അങ്ങനെ ഒരാൾക്ക് പറ്റുമോ? അത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പറ്റില്ല. എക്സാക്ട്ലി. ഒരു ഒരാൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പറ്റില്ല. ഹാപ്പിയാക്കാൻ പറ്റില്ല. ഇതെന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാൻ ചിന്തിക്കുവാണ് സംതിങ് മേഡ് മീ ഹാപ്പി എന്നുള്ളത് അല്ലെ. അത് എൻ്റെ തോട്ടില്, എൻ്റെ പെർസ്പെക്റ്റീവില് ചിലപ്പോൾ വേറൊരാൾക്ക് അത് ഹാപ്പി ആയിരിക്കണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ അപ്സെറ്റ് ആയിട്ടുണ്ടാവും, വേറൊരാൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവും, എനിക്കത് ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെ. സോ ഇറ്റ്സ് മൈ ചോയ്സ് വെദർ ടു അക്സെപ്റ്റ് തിങ്സ് ആസ് ഹാപ്പിനെസ് ഓർ എന്ത് സ്റ്റേറ്റിൽ അത് എടുക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം, ഞാൻ ഹാപ്പി ആണോ, സാഡ് ആണോ, അപ്സെറ്റ് ആണോ എന്നുള്ളത്. ഞാൻ ഹാപ്പി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഐ ഷുഡ് ആസ്ക് വൈ ആം ഐ നോട്ട് ഹാപ്പി, വാട്ട് മെയ്ഡ് മീ ട്രിഗർ ദിസ്, റൈറ്റ്? അതിനെ നമ്മൾ തന്നെ ചോദ്യം ചെയ്തിട്ട് നമ്മൾ തന്നെ ആൻസർ കണ്ട, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൊല്യൂഷനിൽ ഒരുപാട് ട്രിക്സും മെത്തേഡ്സും ഉണ്ട്. പക്ഷെ ഇതാണ് ആദ്യം ആളുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ.